ഗൈസ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിങ് ആണ്. എൻ്റെ ഒരു ഈവനിങ് ഡേ നിങ്ങളെ കാണിക്കാന്ന് വെച്ചു. ഇന്നൊരു വാട്ടേറ്റിനെ ചെയ്യാന്ന് വെച്ചു. ഗൈസ് എൻ്റെ കുഞ്ഞമ്മ വരുന്നു, വരുമ്പോൾ കാണിച്ചു തരാം. ഡ്രസ്സൊക്കെ ഇട്ട് വരികയാണ്. ഗൈസ് ഞാൻ ചിരിച്ചു ഒന്നും കൊണ്ടല്ല, എൻ്റെ കുഞ്ഞമ്മ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ ആൾ അവിടെ തന്നെ പമ്പ് ചെയ്യുന്നു കേട്ടോ, അതാണ് ഞാൻ ചിരിച്ചത്. പിന്നെ വാട്ടേറ്റിനിടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ വേറെ എന്തൊക്കെയാണ് എടുത്തത്. കിരൺ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കിരൺ നമ്മ കട്ടൻ കാപ്പയെ കൊടുത്തു. പിന്നെ ആ കിരൺ തന്നെ കൊണ്ടുവന്ന സാധനം നമ്മൾ കിരണ് തന്നെ കൊടുത്തു. അതിഥി ദേവോ ഭവ എന്നാണല്ലോ, അത് ചാടിയെടുക്കാൻ വേണ്ടി ഹാപ്പി അവിടെ കിടന്ന് പഠിച്ച 18 പണിയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കിരണിനെ ചുറ്റിപ്പറ്റി നിൽക്കാനുണ്ട്. കിരൺ വന്നു കഴിഞ്ഞാൽ ഹാപ്പി കിരണിനെ ചുറ്റിപ്പറ്റിയേ നിൽക്കാറുള്ളത്. അപ്പോൾ ഷോയാണ് ഗൈസ്. ണ്ട് നമ്മളിന്ന് മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങോട്ട് ചെന്നിരിക്കാം. നന്ദിയുണ്ടോടി നിനക്ക്? നിന്നെ ഞാൻ തന്നെ എടി വളർത്തുന്നത്. എടി അഹങ്കാരിയാണ് ഗൈസ്. എൻ്റെ സ്വഭാവം എന്തെങ്കിലും പറയും, ഞാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ കിരൺ പോകാനായിട്ട് ഇറങ്ങി. ഈ രണ്ട് നോക്കൂത്തികളെ പോലെ നിൽക്കുന്നത് എൻ്റെ അമ്മയും കുഞ്ഞമ്മയാണ് കേട്ടോ. അവരെന്തൊക്കെയോ വലിയ ചർച്ചയിലാണ്. അങ്ങനെ അവരോടും ബൈ ബൈ പറഞ്ഞ് കിരൺ ഇറങ്ങി. കിരണിനെ യാത്ര അയക്കാൻ വേണ്ടി ഞാനും ഹാപ്പിയും കൂടെയാണ് വന്നത് കേട്ടോ. അതിനിടയിൽ ഹാപ്പി കിരണിൻ്റെ കൂടെ പൊക്കളയോ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊന്നുമല്ല ഗൈസ്, ആ ഹാപ്പി അങ്ങനെ ആരുടെയും പോകത്തൊന്നുമില്ല. ഹാപ്പി അറ്റാച്ച്മെന്റ് ഉള്ളവരുടെ പോകത്തുള്ളൂ. എനിക്ക് കിരണിൻ്റെ കൂടെ പോവുകയാണ്, എങ്കിലും എന്നെ കളഞ്ഞിട്ട് പോകത്തൊന്നുമില്ല. നമ്മളവിടെ വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം. മഴയാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, ഈ ഒരു കാലാവസ്ഥയിൽ ഇഷ്ടമാണ്. മഴയാണെങ്കിൽ നല്ല തുളിയും ഒരുമാതിരി കടക്കര ഒരുമാതിരിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല അടിപൊളിയാണ്. അങ്ങനെ കിരൺ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി ഈവനിങ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ഗായ്സ്.